പ്രത്യാശയേറിടുന്നേ, സന്തോഷം വർദ്ധിക്കുന്നേ, രാജൻ വരവതോർക്കുമ്പോ കാന്തനവൻ വരവിൻ കാലങ്ങളേറെയില്ല, നാളുകൾ നീളുകില്ല. പ്രത്യാശയേറിടുന്നേ, സന്തോഷം വർദ്ധിക്കുന്നേ, രാജൻ വരവതോർക്കുമ്പോ ും കാണുന്നേ, കാന്തനവൻ വരവിൻ കാലങ്ങളേറെയില്ല, നാളുകൾ നീളുകില്ല. ക്ഷാമങ്ങൾ, ഭൂകമ്പങ്ങൾ, യുദ്ധങ്ങൾ, എതിർപ്പുകൾ ലോകത്തിലെങ്ങും കാണുന്നേ, കാന്തനവൻ വരവിൻ കാലങ്ങളേറെയില്ല, നാളുകൾ നീളുകില്ല. ഹല്ലേലൂയ, കാന്തനവൻ വരവിൻ കാലങ്ങളേറെയില്ല, നാളുകൾ നീളുകില്ല. വന്നിടും യേശുരാജൻ, തന്നിടും പ്രതിഫലം തന്നോടെ മക്കൾക്കേവർക്കും. കാന്തനവൻ വരവിൻ കാലങ്ങളേറെയില്ല, നാളുകൾ നീളുകില്ല. വന്നിടും യേശുരാജൻ, തന്നിടും പ്രതിഫലം തന്നോടെ മക്കൾക്കേവർക്കും. കാന്തനവൻ വരവിൻ കാലങ്ങളേറെയില്ല, നാളുകൾ നീളുകില്ല. ഹല്ലേലൂയ, കാന്തനവൻ വരവിൻ കാലങ്ങളേറെയില്ല, നാളുകൾ നീളുകില്ല. ശരീരം വിട്ടു ക്രിസ്തൻ സന്നിധി തന്നെ എത്തിയിടും ഞാനും വേഗത്തിൽ. കാന്തനവൻ വരവിൻ കാലങ്ങളേറെയില്ല, നാളുകൾ നീളുകില്ല. ശരീരം വിട്ടു ക്രിസ്തൻ സന്നിധി തന്നെ എത്തിയിടും ഞാനും വേഗത്തിൽ. കാന്തനവൻ വരവിൻ കാലങ്ങളേറെയില്ല, നാളുകൾ നീളുകില്ല.
ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 19-ാം വാക്യം ലവോദിക്യ സഭയ്ക്കുള്ള ദൂതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാണുന്നത്. 19-ാം വാക്യം 3:19. എനിക്ക് പ്രിയമുള്ളവരെയൊക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. ആകയാൽ നീ ജാഗ്രതയുള്ളവനായിരിക്കുക, മാനസാന്തരപ്പെടുക. നീ മാനസാന്തരപ്പെടുക, നീ ജാഗ്രതയുള്ളവനായിരിക്കുക. എനിക്ക് പ്രിയമുള്ളവരൊക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. ശാസനങ്ങളും ശിക്ഷണങ്ങളും അത് പ്രത്യേകിച്ച് എടുത്ത് പഠിക്കേണ്ട ഒരു വിഷയമാണ്. ശാസനങ്ങളും ശിക്ഷണങ്ങളും. ദൈവം ശാസിക്കുന്നു, ദൈവം ശിക്ഷണം തരുന്നു. ദൈവം നമുക്ക് രോഗം വരും, ദൈവം ശിക്ഷിക്കുന്നതല്ല. നമുക്കൊരു ആക്സിഡൻ്റ് ഉണ്ടാകും, ദൈവം ശിക്ഷിക്കുന്നതല്ല. ഏതെങ്കിലും നമുക്കൊരു നഷ്ടം വരുന്നത് ദൈവം ശിക്ഷിക്കുന്നതല്ല. ദൈവത്തിൻ്റെ ശിക്ഷ എന്ന് പറയും ദൈവം നമ്മിൽ നിന്ന് മാറിപ്പോകുന്നതാണ്. ഏറ്റവും വലിയ ശിക്ഷ അതാണ്. ദൈവത്തിൻ്റെ സ്നേഹം നമ്മിൽ നിന്ന് മാറിപ്പോകുന്നു. നമ്മിൽ ആ ദൈവസ്നേഹം ഇല്ലാതെ പോകുന്നു. നമ്മുടെ ഉള്ളം വരണ്ടു പോകുന്നു, നനവില്ലാതായി തീരുന്നു, ഉള്ളം വരണ്ടു പോകുന്നു. ദൈവത്തിൻ്റെ സ്നേഹം നമ്മിൽ നിന്ന് മാറിപ്പോവുക എന്ന് പറഞ്ഞാൽ ഏറ്റവും പരമമായ ശിക്ഷയാണ്, ഭയങ്കരമായ ശിക്ഷയാണ്. ദൈവസ്നേഹം നമ്മിൽ നിന്ന് മാറിപ്പോകും, ദൈവത്തിൻ്റെ സാന്നിധ്യം മാറിപ്പോകുന്നു. എനിക്ക് പ്രിയമുള്ളവരൊക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. ശാസന, ശിക്ഷണം. നമുക്ക് ചില വാക്യങ്ങൾ എടുക്കണം. ഇബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ കാണാം. ഇബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ ശാസിക്കുന്നതിനെക്കുറിച്ച്, ശിക്ഷിക്കുന്നതിനെക്കുറിച്ചെല്ലാം അപ്പോസ്തലനായ പൗലോസ് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. 12-5 മുതലാണ്. മകനെ, കർത്താവിൻ്റെ ശിക്ഷ നിരസിക്കരുത്. അവൻ ശാസിക്കുമ്പോൾ മുഷികയും അരുത്. കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു. താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു എന്നിങ്ങനെ മക്കളോടെന്ന പോലെ നിങ്ങളോട് സംവാദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞുവോ? ദൈവത്തിന് സ്തോത്രം. ഈ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, മകനെ, നീ ശാസനയെ നീ വെറുക്കരുത്, ശിക്ഷണത്തെ നീ വെറുക്കരുത്. ദൈവത്തിൻ്റെ ശിക്ഷണം, ദൈവത്തിൻ്റെ ശാസന അത് നമുക്കേതെങ്കിലും രോഗം വരുത്തുന്നതല്ല. ദൈവം ആർക്കും ഒരിക്കലും ദോഷം ചെയ്യുകയില്ല. പിന്നെ എന്തുകൊണ്ടാണ് പിന്നെ അപകടങ്ങൾ വരുന്നത്? ആക്സിഡൻ്റ് ഉണ്ടാകുന്നു, ദൈവം കാണുന്നില്ലേ? കാണുന്നുണ്ട്. എന്തുകൊണ്ടാണ് വരുന്നത്? ദൈവം ശിക്ഷിച്ചതല്ല. എന്നാൽ സംഭവിച്ചെന്താണെന്ന് അറിയാമോ? പിശാചിനെ നമ്മിൽ ഇടം ഉണ്ടാകുമ്പോൾ, നമ്മിൽ ശത്രുവായ പൈശാചിന് ഇടം കൊടുക്കുമ്പോൾ, നമ്മെ എങ്ങനെ വീഴിക്കണം നോക്കുന്ന പിശാച് അവന് ഇടം കിട്ടുമ്പോൾ ചാടി വന്ന് വീഴിക്കുന്നു, അവൻ നമ്മൾ തള്ളി വീഴിക്കുന്നു. നമുക്ക് വരുന്നതായ അപകടങ്ങൾ, നമുക്ക് വരുന്നതായ അനർത്ഥങ്ങൾ, നമുക്ക് വരുന്നതായ കഷ്ടനഷ്ടങ്ങൾ, ഇതെല്ലാം നമ്മിൽ പിശാചിന് അവകാശം ഉണ്ടാകുമ്പോൾ പിശാച് ചെയ്യുന്ന ദോഷങ്ങളാണ്, സാത്താൻ ചെയ്യുന്ന ദോഷങ്ങളാണ്. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം പഠിച്ചപ്പോൾ അക്കാര്യം പറയുകയുണ്ടായി. ഇപ്പോൾ അത് എടുക്കുന്നില്ല. സാത്താൻ തമ്മിൽ അവകാശമുള്ളതൊന്നും വരരുത്, പിശാചിന് അവകാശമുള്ളതൊന്നും വരരുത്. അപവാദി, കുറ്റം ചുമത്തുവാൻ വരരുത്. ദൈവമക്കളെ കുറ്റം ചുമത്തുവാൻ ഇങ്ങനെ ഒരുത്തൻ നോക്കി നിൽക്കുകയാണ്. ഭീകരനായ പിശാച് നോക്കി നിൽക്കുകയാണ്. ഏത് വാക്കിലാണ് അവനെ പിടിക്കേണ്ടത്? ഏത് കാര്യത്തിലാണ് അവനെ പിടിക്കേണ്ടത്? ഇവൻ്റെ മനോഭാവത്തിൽ എവിടെയാണ് തെറ്റുപറ്റിയിരിക്കുന്നത്? അത് നോക്കി നിൽക്കുകയാണ്. പിശാച് വളരെ വളരെ കൗശലക്കാരനാണ്, ഭയങ്കര സൂത്രശാലിയാണ്. ഓരോരുത്തരെയും എങ്ങനെ വീഴിക്കാമെന്ന് അവനറിയാം. ഓരോരുത്തരെയും എങ്ങനെ പാവത്തിൽ കൊണ്ടുപോയി കെട്ടിയിടാമെന്ന് പിശാചിനറിയാം. അതിന് തക്കപോലെ അവൻ പ്രവർത്തിക്കുന്നു. നമ്മിൽ പിശാചിന് ഇടം കിട്ടരുത് എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. ഒരിക്കലും ഇടം കിട്ടരുത്. പിശാചിന് ഇടം കിട്ടിയാൽ സംഭവിക്കുന്നതാണെന്ന് പറഞ്ഞാൽ ദൈവസ്നേഹം മാറിപ്പോകും. ദൈവസ്നേഹം മാറിപ്പോകുമ്പോൾ പിശാചിന് നമ്മെ അവന് ഇഷ്ടം പോലെ നമ്മളെ ഉപദ്രവിക്കാൻ പറ്റും. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു, എനിക്ക് 1980-ലാണെന്ന് തോന്നുന്നു. അന്ന് ഞാൻ കോളേജിൽ അന്ന് ക്ലാസ്സില്ലാത്ത ദിവസമാണ്. പക്ഷേ എനിക്ക് അന്ന് കോളേജിൽ പോയി ഒപ്പിടണമായിരുന്നു. ഏതായാലും അന്ന് ഞാൻ കോളേജിൽ ഇവിടെ നിന്ന് ഞാൻ പോയി ഒപ്പിട്ടിട്ട് പോന്നു. പിന്നെ ഉച്ച കഴിഞ്ഞ് വീണ്ടും ഒപ്പിടാൻ പോകണം. ഞാൻ തിരിച്ചു വന്നതിന് ശേഷം, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു, തിരിച്ചു വന്നതിന് ശേഷം കോളേജിൽ നിന്ന് വന്നിട്ട് ശേഷം പിന്നെ വേറെ പ്രത്യേക ജോലികളൊന്നുമില്ല. അപ്പോൾ ഞാനിവിടെ 3 ഫേസ് കണക്ഷൻ, ഇലക്ട്രിസിറ്റി 3 ഫേസ് കണക്ഷൻ അപ്ലൈ ചെയ്തിരുന്നു. 3 ഫേസ് കണക്ഷൻ അപ്ലൈ ചെയ്തു. എൻ്റെ ഓവർസിയറെ കണ്ടു, എഞ്ചിനീയറെ കണ്ടു, ചെയ്തു തരാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തു. എന്നിട്ട് അത് 2-3 വർഷം മുമ്പുള്ളതാണ് ആപ്ലിക്കേഷൻ കൊടുത്തത്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചെന്ന് ചോദിക്കും, എന്തായെന്ന് ചോദിക്കും. ഇല്ല, പിന്നെ ചെയ്തോളാം എന്നൊക്കെ പറയും. സ്നേഹമായിട്ട് തന്നെയാണ് പറയുന്നത്. കാരണം ഓവർസിയർക്ക് എന്നോടൊക്കെ പരിചയമുള്ള ആളുമായിരുന്നു. അന്ന് ഒന്ന് ഓർമ്മിപ്പിച്ചേക്കാമെന്ന് വിചാരിച്ച് ഞാൻ ചെന്നു. അപ്പോൾ ഞാൻ വിഷമിച്ചു പോയി. കാരണം ഓവർസിയർ പറഞ്ഞു, സാറേ അത് തൊട്ട് നോക്കിയിട്ടില്ല, അത് ഞാൻ നോക്കിക്കോളാം. എനിക്ക് നല്ല ദേഷ്യം വന്നു.
ഭയങ്കരമായി ദേഷ്യം വന്നു. പക്ഷേ ഞാൻ ഒന്നും മിണ്ടിയില്ല. ഞാൻ ഒന്നും മിണ്ടാതെ ഉള്ളു പുകഞ്ഞ് ഞാൻ വന്നു. എന്നിട്ട് എനിക്ക് പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. എന്ന് വെച്ചാൽ പ്രാർത്ഥന ഉയരത്തിലേക്ക് പൊങ്ങുന്നില്ല, ദൈവസാന്നിധ്യം കിട്ടുന്നില്ല, കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പ്രാർത്ഥന ഉയരുന്നില്ല. ഇപ്പോൾ ഞാൻ ചിന്തിച്ചു, ഈ കാര്യം മനസ്സിലായി. ഇപ്പോൾ എനിക്ക് ഉള്ളു പുകഞ്ഞതാണ് കാരണം, എൻ്റെ ഹൃദയത്തിൽ ഇഷ്ടക്കുറവ് വന്നതാണ് കാരണം, എൻ്റെ ഹൃദയത്തിൽ ആ മനുഷ്യനോട് നീരസം തോന്നിയതാണ് കാരണം. എനിക്ക് കാര്യം മനസ്സിലായി. പക്ഷേ കാര്യം മനസ്സിലായാലും ഈ ബന്ധം കിട്ടണ്ടേ? ബന്ധം കിട്ടുന്നില്ല. കുറേ നേരം ഇരുന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് അട്ടേ കോളേജിൽ പോയി ഒപ്പിട്ടിട്ട് വന്നിട്ട് പിന്നെ ഇരിക്കാം എന്ന് വിചാരിച്ച് ഞാൻ സ്കൂട്ടറുമായിട്ട് കോളേജിലേക്ക് പോയി. ആ പോകുന്ന പോക്കിൽ ഇവിടെ ഈ കടയിരിപ്പിൽ ഒരു ഒത്തിരി വളവുള്ളൊരു ഭാഗത്ത് ചെന്നപ്പോൾ ഒരു ലോറി എതിരെ വന്നു. ലോറി മുട്ടി. ഞാൻ ഒരു ഭാഗത്തേക്ക് തെറിച്ച് വീണു. എൻ്റെ സ്കൂട്ടർ ഒരു ഭാഗത്തേക്ക് തെറിച്ച് വീണു. എനിക്ക് വയറിൽ ചെറിയ പരിക്കുകളുടെ ഷർട്ട് കയറി. പിന്നെ മുട്ടിലിൻ്റെ താഴെ അസ്ഥിക്ക് അല്പം പൊട്ടുണ്ടായി. കാര്യങ്ങൾ ഗൗരവമായി. ആ ലോറിയിൽ തന്നെ അവരെന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആക്കി. ഹോസ്പിറ്റലിൽ ചെന്നു. അതെല്ലാം കാര്യങ്ങളൊക്കെ നടന്നു. പിന്നെ ഒരു 1.5 മാസം പ്ലാസ്റ്ററിട്ടൊക്കെ കിടന്നു. പക്ഷേ ഞാൻ അതിൽ നിന്നൊരു പാഠം പഠിച്ചു. ശത്രുവിന് അവകാശമുള്ള കാര്യം എൻ്റെ ജീവിതത്തിൽ വന്നുപോയി. ഭയാനകമായ കോപം, ഉള്ളങ്ങ് പുകയുന്നതായി ദേഷ്യം, ആ മനുഷ്യനുള്ളതായ നീരസം. അത് വന്നതോടുകൂടി എൻ്റെ ആത്മാവിൻ്റെ കൃപ നഷ്ടപ്പെട്ടു. എനിക്ക് നല്ലതുപോലെ മനസ്സിലായി. ഞാൻ ദൈവസന്നിധിയിൽ ഈ അപകടം പറ്റിയ ശേഷം ഞാൻ പറഞ്ഞു, കർത്താവേ, എനിക്ക് അബദ്ധം പറ്റിപ്പോയി. ഞാൻ ഒരിക്കലും യേശുക്രിസ്തുവിൻ്റെ മനോഭാവത്തിന് വിരുദ്ധമായൊരു മനോഭാവം ഞാൻ പുലർത്തരുതായിരുന്നു. എന്നോട് ക്ഷമിക്കണം. ഈ പ്രാവശ്യത്തേക്ക് എനിക്ക് മാപ്പ് തരണം. എൻ്റെ പാവം നീ കഴുകിക്കളയണം. എൻ്റെ പ്രാർത്ഥന തിരിച്ചറിൽ വരുവാൻ തക്കൊണ്ട് എന്നെ നീ യോഗ്യനാക്കി തീർക്കണം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് ഈ നാമം മഹത്വപ്പെടട്ടെ. ഞാൻ അതിൽ നിന്ന് കിട്ടിയ പാഠം ഇതാണ്. പിശാചിന് അവകാശമുള്ളപ്പോൾ അവൻ എവിടെയെങ്കിലും ചെന്ന് തട്ടി വീഴിക്കും, എവിടെയെങ്കിലും. അപ്പോൾ ഒരിക്കലും പിശാചിന് അവകാശം കൊടുക്കരുത്. ഒരിക്കലും ശത്രുവിന് അവകാശം കൊടുക്കരുത്. പിശാച് അവൻ നമ്മളെ നശിപ്പിക്കാൻ കാത്തു നിൽക്കുന്ന, അറുക്കാനും മുടിക്കാനും മോഷ്ടിക്കാനും വരുന്നവനാണ്. നമ്മളെ നശിപ്പിക്കാൻ കാത്തു നിൽക്കുന്ന, അവൻ അതിനുവേണ്ടി കാത്തു നിൽക്കുന്ന പിശാചിന് ഇടം കിട്ടിയാൽ അവൻ നമ്മെ തൂത്തുവാരും, നശിപ്പിക്കും, ഉറപ്പാണ്. കുടുംബങ്ങൾ മുടിയും. അതാണ് ഇതിന് സംഭവിക്കുന്നതാണ്. ഒരാൾ ദൈവത്തിൻ്റെ വചനത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചാൽ കുടുംബം മുടിയും, കുടുംബത്തിൽ നാശം വരും, കുടുംബത്തിലുള്ളവർക്ക് നാശം വരും. ചിലപ്പോൾ മക്കൾക്കായിരിക്കും വരുന്നത്. അപ്പം ചെയ്ത് തെറ്റിന് മക്കൾക്കായിരിക്കും ശിക്ഷ വരുന്നത്. കാരണം പിശാചിന് അവകാശം വന്നു. അതുകൊണ്ട് ഇത് ദൈവത്തിൻ്റെ ശാസനയും ശിക്ഷണവും അത് നാം സന്തോഷത്തോടെ സ്വീകരിക്കണം. പിശാചിന് ഇടം കൊടുക്കുന്ന കാര്യം എന്തെങ്കിലും വരുമ്പോൾ ഉടനെ കർത്താവ് ശാസിച്ച് തരും, പറഞ്ഞു തരും. കർത്താവ് ചിലപ്പോൾ ശിക്ഷണം തരും. ആ ശിക്ഷണവും ശാസനയും നാം വെറുക്കരുത്. വായിക്കാം 5-ാം വാക്യം മുതൽ. മകനെ, കർത്താവിൻ്റെ ശിക്ഷ നിരസിക്കരുത്. അവൻ ശാസിക്കുമ്പോൾ മുഷികയുമരുത്. കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു. താൻ കൈക്കൊള്ളുന്ന ഏതു മകനെയും തല്ലുന്നു എന്നിങ്ങനെ മക്കളോടെന്ന പോലെ നിങ്ങളോട് സംവാദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞുവോ? നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോടെന്ന പോലെ നിങ്ങളോട് പെരുമാറുന്നു. അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ? എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ മക്കളല്ല, കൗലടയന്മാരത്രേ. നമ്മുടെ ജഡസംബന്ധമായ പിതാക്കന്മാർ നമ്മെ ശിക്ഷിച്ചപ്പോൾ നാം അവരെ വണങ്ങിപ്പോന്നുവല്ലോ. ആത്മാക്കളുടെ പിതാവിന് ഏറ്റവും അധികമായി കീഴടങ്ങി ജീവിക്കേണ്ടതല്ലയോ? അവർ ശിക്ഷിച്ചത് കുറേ കാലവും തങ്ങൾക്ക് ബോധിച്ച പ്രകാരവും അത്രേ. അവനോ നാം അവൻ്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായി തന്നെ ശിക്ഷിക്കുന്നത്. ഏത് ശിക്ഷയും തൽക്കാലം സന്തോഷകരമല്ല, ദുഃഖകരമത്രേ എന്ന് തോന്നും. പിന്നത്തേതിലോ അതിനാൽ അഭ്യാസം വന്നവർക്ക് നീതി എന്ന സമാധാന ഫലം ലഭിക്കും. ആകയാൽ തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും നിവർത്തുവിൻ. മുടന്തുള്ളത് ഉളുക്കിപ്പോകാതെ ഭേദമാകേണ്ടതിന് നിങ്ങളുടെ കാലിന് പാത നിരത്തുവിൻ. വാക്യങ്ങളാണ്. 5-ാം വാക്യം മുതൽ 13-ാം വാക്യം വരെയും സുദീർഘമായ ഒരു പ്രഭാഷണമാണ് പ്രസംഗം ചെയ്യുന്നത്. സുദീർഘമായ ഒരു ഡിസ്കോഴ്സ്, സുദീർഘമായ ഒരു പ്രസംഗം. എന്താണത്? മകനെ, കർത്താവ് ശിക്ഷ നിരസിക്കരുത്. അവൻ ശാസിക്കുമ്പോൾ മുഷികയും വരുത്. കർത്താവ് തന്നെ സ്നേഹിക്കുന്നതിന് ശിക്ഷിക്കുന്നു. താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു. ഇന്ന് നമുക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരു തെറ്റ് വന്നു, അത് നമുക്ക് തന്നെ അത് വേണ്ടതുപോലെ മനസ്സിലായിട്ടില്ല, തെറ്റ് പറ്റിയ കാര്യം. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്
ദൈവം നിയോഗിക്കുന്ന ഏതെങ്കിലും ദൈവദാസനിൽ കൂടി അത് ചൂണ്ടിക്കാണിക്കുമ്പോൾ നമുക്ക് നീരസം ഉണ്ടാകുന്നത് വളരെ കുറ്റകരമാണ്, ദോഷമാണ്. ഇപ്പോൾ നിങ്ങൾ ഒരു തെറ്റ് ചെയ്തു, സപ്പോസ് എന്തെങ്കിലും സങ്കല്പിക്കുക, നിങ്ങൾ ഒരു തെറ്റായ കാര്യത്തിൽ ഇടപെട്ടു, തെറ്റായ രീതിയിലേക്ക് പോയി. അപ്പോൾ ദൈവകൃപയാൽ ദൈവത്തിൻ്റെ ആത്മാവുള്ള ഒരു ദൈവവൈതൽ, ദൈവദാസനോ ദൈവദാസിയോ നിങ്ങളെ കഠിനമായി ശാസിക്കുന്നു. ദൈവമല്ല, ആ പരിശുദ്ധാത്മാവ് ശാസിക്കുന്നു, പക്ഷേ ദൈവ പരിധിയിൽ കൂടി ശാസിക്കുമ്പോൾ അപ്പോൾ എന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ ചെറുതാക്കിയില്ലേ, എന്നെ തരം താഴ്ത്തിയില്ലേ, എൻ്റെ വില കിട്ടുപോയില്ലേ എന്നൊക്കെ തോന്നിപ്പോയാൽ അത് നമുക്ക് നഷ്ടമാണത്. കാരണം നമുക്ക് ആ ശാസനയിൽ കൂടി ശിക്ഷണത്തിൽ കൂടി നമുക്ക് ബെറ്റർമെൻറ്റ് കിട്ടുകയാണ്. നമുക്ക് നന്നായി നമ്മളെ വിശുദ്ധരാകാൻ ദൈവം പ്രയത്നിക്കുകയാണ്. അവൻ്റെ വിശുദ്ധി പ്രാപിപ്പാൻ എന്ന് പ്രത്യേകം ഓർക്കണം. നിങ്ങൾ അവിടെ ആ വാക്യം വായിക്കുമ്പോൾ കാണാം, അവൻ്റെ വിശുദ്ധി പ്രാപിപ്പാൻ അത്രേ. ക്രിസ്തുവിൻ്റെ വിശുദ്ധി പ്രാപിക്കാൻ ക്രിസ്തു നമുക്ക് ശിക്ഷണം തരുന്നു. ക്രിസ്തുവിൻ്റെ വിശുദ്ധി പാലിക്കാൻ ക്രിസ്തു നമുക്ക് ശാസനങ്ങൾ തരുന്നു, തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് തരുന്നു. ഒന്ന് ഓർത്ത് നോക്കൂ, തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചില്ലെങ്കിൽ നമുക്ക് തെറ്റുകൾ പിടികിട്ടുമോ? ദിവസം വായിക്കുമ്പോൾ നമുക്ക് തെറ്റുകൾ പിടികിട്ടും, പ്രസംഗം കേൾക്കുമ്പോൾ തെറ്റുകൾ പിടികിട്ടും. പക്ഷേ വ്യക്തിപരമായി പേഴ്സണലായി ഡീൽ ചെയ്ത് തെറ്റ് ഇന്നത് എന്ന് ചൂണ്ടിക്കാണിച്ച് കിട്ടിയാൽ മഹാഭാഗ്യം. ദൈവത്തിന് സ്തോത്രം. കാരണം നാം സാധാരണ മനുഷ്യരാണ്. നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ അല്ലെങ്കിൽ പാപങ്ങൾ പുറമേയുള്ള പാപങ്ങളല്ല, പാപങ്ങൾ അകത്തുള്ള അന്തർലീനമായി കിടക്കുന്ന, ഹൃദയത്തിൽ അന്തർലീനമായി കിടക്കുന്ന പാപങ്ങൾ അത് ചൂണ്ടിക്കാണിച്ച് തരുമ്പോൾ നാം സന്തോഷിക്കുകയാണ് വേണ്ടത്. എൻ്റെ ദൈവമേ, ഞാൻ മനസ്സിലാക്കാത്ത കാര്യം എനിക്ക് വെളിപ്പെട്ട് കിട്ടിയല്ലോ, ഇങ്ങനൊരു തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നിയിരുന്നില്ലല്ലോ, അയ്യോ ഞാൻ വലിയ അപകടത്തിലായി പോയല്ലോ, ഇതിപ്പോൾ തിരുത്താൻ അവസരം കിട്ടിയല്ലോ എന്ന് നമുക്ക് അങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കുകയാണെങ്കിൽ, എളിമ വരാൻ സാധിക്കുകയാണെങ്കിൽ നമ്മൾ ജയിച്ചു. അതാണ് പറയുന്നത്, മകനെ കർത്താവിൻ്റെ ശിക്ഷ നിരസിക്കരുത്, അവൻ ശാസിക്കുമ്പോൾ മോഷിക്കുകയും അരുത്. കർത്താവ് താൻ സ്നേഹിക്കുന്നതിനെ ശിക്ഷിക്കുന്നു. മറക്കരുത്, കർത്താവ് താൻ സ്നേഹിക്കുന്നതിനെ ശിക്ഷിക്കുന്നു. ലവോദിക്ക സഭയോട് എത്ര കർക്കശമായി കർത്താവ് പറയുന്നത് അതാണ്. കർത്താവിന് സ്നേഹമുള്ളതുകൊണ്ടാണ്. ഞാൻ വാതിക്കൽ നിൽക്കുകയാണ്, പക്ഷേ ഞാൻ പുറത്താണ്, ഞാൻ അകത്തല്ല. ദൈവം പറയുകയാണ്, ക്രിസ്തു പറയുകയാണ്, ഞാൻ അകത്തല്ല, ഞാൻ പുറത്താണ്, ഞാൻ മുട്ടിക്കൊണ്ട് നിൽക്കുകയാണ്. സഭയാണെന്ന് പറയും, പക്ഷേ സഭയ്ക്കുള്ളിലില്ല ഞാൻ, ആ സഭയുടെ ഉള്ളിൽ ഞാനില്ല, അവിടെ ഞാൻ പുറത്തായിപ്പോയി. കർത്താവ് തുറന്നു പറയുകയാണ്. എന്തിന്? കർത്താവ് തന്നെ സ്നേഹിക്കുന്നതിനെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു എന്ന് മക്കളോട് എന്ന പോലെ നിങ്ങളോട് സമ്പാദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞുവോ? അപ്പം ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ? അപ്പം ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ? എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതിരിക്കുന്നുവെങ്കിൽ മക്കളല്ല കൗലടയന്മാരത്രേ. കൗലടയൻ എന്ന് പറഞ്ഞാൽ കുലടയുടെ മകൻ, കുലട എന്ന് പറഞ്ഞാൽ വേശ്യാസ്ത്രീ. കൗലടയൻ മാത്രം വേശ്യാസ്ത്രീയുടെ മകനായി തീരുന്നു. എന്നുവെച്ചാൽ സ്വന്തം പിതാവിൻ്റെ മകനല്ല, വളരാത്ത ബന്ധത്തിൽ ജനിച്ച മകനായി തീരുന്നു. വെച്ചാൽ അപ്പൻ ശാസിക്കുന്നു, ശിക്ഷിക്കുന്നു, അതിന് സമ്മതമില്ലേ, നാം അപ്പൻ്റെ മക്കളല്ലാതായിത്തീരുന്നു. കാര്യം ഗൗരവമാണ്. നിങ്ങൾക്ക് മനസ്സിലായോ? വളരെ ഗൗരവമാണ്. ഞാൻ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് ശാസന തന്നിട്ട് ഞാനത് സ്വീകരിക്കുന്നില്ലെങ്കിൽ, ഞാനത് കൈക്കൊള്ളുന്നില്ലെങ്കിൽ, സന്തോഷത്തോടെ സ്വീകരിക്കുന്നില്ലെങ്കിൽ ഞാൻ അപ്പൻ്റെ മകനല്ലാതായിത്തീരുന്നു. വലിയ അപകടമാണ്. അപ്പൻ്റെ മകനല്ലാതായിത്തീരുന്നു. നിത്യപിതാവുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോകുന്നു. എത്ര ഗൗരവമാണ്. അവൻ ശാസിക്കുമ്പോൾ മുഷിക്കുകയും വരുന്നത്. കർത്താവ് താൻ സ്നേഹിക്കുന്നതിനെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു എന്നിങ്ങനെ മക്കളോട് എന്ന പോലെ നിങ്ങളോട് സമ്പാദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞുവോ? നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോടെന്ന പോലെ നിങ്ങളോട് ഒരുപാറുന്നു. ബാലശിക്ഷ സഹിക്കണം. ബാലശിക്ഷ, തെറ്റായ വഴിക്ക് നീങ്ങിപ്പോകുന്ന ഒരാളെ പയ്യൊന്ന് അടിച്ച് നേർവഴിക്കാക്കും, തെറ്റില്ല. ആ അടി കൊള്ളുമ്പോൾ അതിൽ ഭാരപ്പെടേണ്ട. ആത്മീയ രംഗത്ത് നിങ്ങൾ ഇങ്ങനെ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അനുഭവങ്ങളുണ്ടാകും. ഞാൻ ഓർക്കുന്നു, എന്തുമാത്രം ശിക്ഷണങ്ങളാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്, എന്തുമാത്രം ശിക്ഷണങ്ങൾ, എന്തുമാത്രം ശാസനകൾ. ദൈവത്തിന് സ്തോത്രം. ശാസനകൾ, ശിക്ഷണങ്ങൾ, ശുശ്രൂഷ രംഗത്ത് തന്നെ മാറ്റിയിരുത്തിയ അവസരങ്ങൾ. എനിക്ക് കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യാൻ എനിക്ക് അനുവാദം ഇല്ലാതിരുന്ന കാലങ്ങൾ. ദൈവം കൃപ ചെയ്ത് ഏതാനും മണിക്കൂറുകളൊക്കെ ഉണ്ടായുള്ളത്. അതിനെ പെട്ടെന്ന് കർത്താവ് കൃപയാൽ എന്നെ രക്ഷിച്ചു. ഞാൻ പറയുന്നത്, ശാസനയും ശിക്ഷണവും കിട്ടുമ്പോൾ ഒരിക്കലും നിങ്ങൾ പരിഭവിക്കരുത്, ഒരിക്കലും നിങ്ങൾക്ക് നീരസം തോന്നരുത്. എന്നെ എന്നും കുറ്റം പറയാനേ ഉള്ളൂ, എൻ്റെ കുറ്റമേ എന്നും പറയാനുള്ളൂ, ഇങ്ങനെ തോന്നരുത്. ദൈവത്തിന് സ്തോത്രം.
നിങ്ങളുടെ ഹൃദയത്തിൽ ശാസനമോ ശിക്ഷണമോ വരുമ്പോൾ അപ്പോൾ വിനയപൂർവ്വം യേസ് ലോഡ്, അതേ കർത്താവേ പറയണം. യേസ് ലോഡ്. കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, കനാന്യ സ്ത്രീ കർത്താവിൻ്റെ അടുക്കൽ അവളുടെ മകളുടെ കാര്യം പറയാൻ വന്നു. കർത്താവിൻ്റെ അടുക്കൽ വന്ന് അവളുടെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുമെന്ന് പറഞ്ഞു. അവൾ അന്യജാതിക്കാരിയാണ്, പുറജാതിക്കാരിയാണ്, കനാന്യ സ്ത്രീ, സൊറഫോയിക്ക ജാതിയിലുള്ളൊരു സ്ത്രീ. അവൾ കർത്താവിൻ്റെ അടുക്കൽ വന്ന് നിലവിളിച്ചുകൊണ്ട് വരിക. കർത്താവ് പോകുമ്പോൾ ആ ശിഷ്യന്മാരുടെ കൂടെ അവൾ ഒന്ന് കരഞ്ഞുകൊണ്ട് വരിക. അവൾ ഇടയ്ക്കിടയ്ക്ക് അവൾ പറയും, കർത്താവ് എൻ്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു, മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു, ഭൂതബാധ. മകൾ കൂടെ ഇല്ല, മകൾ വീട്ടില്ല. കാരണം അവൾ ബോധം കെട്ട് കിടക്കുക. വായിൽ നൊരയും പതയും വന്ന് ഇടയ്ക്ക് വെറുങ്കലിച്ച് കിടക്കും, പിന്നെ വീണ്ടും ചാടി എഴുന്നേറ്റ് വിറയിലൂടെ എഴുന്നേക്കും, പിന്നെയും ബോധം കെട്ട് വീഴും. ഒരു വലിയ അപകടം പിടിച്ച രോഗം. എൻ്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു എന്ന് പറഞ്ഞു. കർത്താവ് കേട്ടോട്ട് കാണിച്ചില്ല, ഒട്ടും ശ്രദ്ധിച്ചില്ല. അപ്പോൾ കർത്താവ് ശിഷ്യന്മാർ കുറെ കഴിഞ്ഞ് പറഞ്ഞു, കർത്താവ് ഇവൾ എത്ര നേരമായി കൊണ്ട് നടക്കുന്നു, അവളെ പറഞ്ഞു വിടരുതോ? ഉടനെ കർത്താവ് പറഞ്ഞു, ഇസ്രായേൽ ഗ്രഹത്തിലെ യഹൂദന്മാരുടെ ഇടയിലെ ആ കാണാതെ പോയ ആടുകളിലേക്കാണ് ഞാൻ വന്നിരിക്കുന്നത്, അല്ലാതെ ഈ പുറജാതികൾക്ക് വേണ്ടിയല്ല ഞാൻ വന്നിരിക്കുന്നത്. കേട്ടാൽ നിരാശ തോന്നും, എന്താ കർത്താവ് അങ്ങനെ പറഞ്ഞെന്ന് തോന്നും. എന്നാലും കർത്താവ് അങ്ങനെ പക്ഷഭേദം കാണിക്കാമോ എന്ന് നമുക്ക് തോന്നാം. കർത്താവ് പറഞ്ഞു, ഇസ്രായേൽ ഗ്രഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ അവൾ നിരാശപ്പെട്ട് പുറകോട്ട് മാറിയില്ല. അവൾ ആവശ്യക്കാരിയല്ലേ, അവൾ മുന്നോട്ട് വന്നു. കർത്താവെ രക്ഷിക്കണമേ, എൻ്റെ മകൾക്ക് ഭൂതബോധോപദ്രവം കഠിനമായിരിക്കുന്നു. അപ്പോൾ കർത്താവ് അവളുടെ മുഖത്തേക്ക് നോക്കി. അതുവരെ അവളുടെ മുഖത്തേക്ക് നോക്കിയേയില്ല, അവളെ ശ്രദ്ധിച്ചേയില്ല. ശിഷ്യന്മാരുടെ പറഞ്ഞത്, ഞാൻ ഇസ്രായേൽ ഗ്രഹത്തിലേക്ക് കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്ക് എത്രയാണ് വന്നിരിക്കുന്നത്. എന്നാൽ അവളുടെ നേരെ കർത്താവ് നോക്കി. അവൾ മുന്നോട്ട് വന്നു, കർത്താവെ രക്ഷിക്കണമേ. അപ്പോൾ കർത്താവ് പറയുകയാണ്, മക്കൾക്കുള്ള അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്ന വിഹിതമല്ല. അതുകൂടിയാണെങ്കിൽ ഇനി അവിടെ നിൽക്കേണ്ട ആവശ്യമില്ല. മക്കളുടെ സ്ഥാനത്ത് തന്നെ കണ്ടിട്ടില്ല, നായിൻ്റെ സ്ഥാനത്ത് തന്നെ കണ്ടു. എൻ്റെ കുഞ്ഞിനെ നായ്ക്കുട്ടിയെ പോലെ കണ്ടു. അയ്യോ, ഇതെന്ത് കഷ്ടം! ഇങ്ങനെ ഒരു നിശിതമായും കർക്കശമായും പറയുന്നത് എന്തൊരു ഇതൊരു സ്നേഹമാണോ? വേണമെങ്കിൽ ചിന്തിക്കാം, അവൾക്ക് പുറകോട്ട് മാറാം. അപ്പോൾ നാം വായിക്കുന്ന വാക്കുണ്ട്, അവൾ മുന്നോട്ട് വന്നു കർത്താവിൻ്റെ മുമ്പിലേക്ക് നേരെ. പിന്നെ ഒന്നുകൂടി മുന്നോട്ട് കയറി വരിക. കർത്താവെ മനസ്സിലാക്കണമേ, മക്കൾക്കുള്ള അപ്പോൾ ഇവിടുത്തെ നായ്ക്കുട്ടികൾക്ക് കൊടുക്കുന്ന വിഹിതമല്ലെന്ന് അവിടെ പറഞ്ഞല്ലോ. ഞാനൊരു നായയാണ് കർത്താവെ, ഞാൻ സമ്മതിക്കുന്നു. യെസ് ലോഡ്. എൻ്റെ കുഞ്ഞൊരു നായ്ക്കുട്ടിയാണ്, അത് ഞാൻ സമ്മതിക്കുന്നു. മക്കൾ തിന്ന് ശേഷിപ്പിച്ചത് എച്ചിൽ, അത് മേശയിൽ നിന്ന് എല്ലാം പെറുക്കി കളയുമ്പോൾ അത് തിന്നെങ്കിലും ഈ നായ്ക്കുട്ടിക്ക് വളരാൻ പാടില്ല കർത്താവേ. നോക്കൂ, എന്തൊരു നിശ്ചയദാർഢ്യതയുള്ളതായ സമീപനമാണ്. അവളുടെ ഹൃദയത്തിൽ വിശ്വാസം. മക്കൾക്കുള്ള അപ്പോൾ എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്ന വിഹിതമല്ല എന്ന് പറഞ്ഞപ്പോൾ, നായ്ക്കുട്ടികളും മേശയിൽ നിന്ന് വീഴുന്ന അപ്പം നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ എന്ന് അവൾ പറഞ്ഞു. അത് മതി, എനിക്ക് ഉച്ഛിഷ്ടം മതി, മറ്റുള്ളവർ തിന്നിട്ട് ബാക്കിയുള്ളത് മതി എനിക്ക്. വിനയം, ആ വിശ്വാസവും വിനയവും കർത്താവ് കണ്ടപ്പോൾ കർത്താവ് അവളെ നേരെ നോക്കി പുഞ്ചിരിയോടെ പറഞ്ഞു, നിൻ്റെ ആഗ്രഹം പോലെ നിനക്ക് ഭവിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. അപ്പോഴാണ് ആ വിശ്വാസത്തിൻ്റെ ദാർഢ്യം, ആ ശാസനയുടെ വാക്കുകളും തരം താഴ്ന്ന രീതിയിലുള്ളതായ വാക്കുകളും കേട്ടപ്പോൾ അവൾ പതറുകയല്ല ചെയ്തത്. അവൾക്കറിയാം വേറെ പോകാൻ വഴിയില്ല, ഈ ഭൂതബാധ മാറാൻ വേറെ യാതൊരു പോകാൻ വഴിയുമില്ല. അതിന് യേശു പ്രവർത്തിച്ചേ പറ്റൂ. അതുകൊണ്ട് അവൾ നിർബന്ധമായും യേശുവിന് മുമ്പിലേക്ക് വന്നു. യേശുവിനോട് അവൾ പറയുകയാണ്, കർത്താവേ മനസ്സലിയണമേ, യേശുവെ മനസ്സലിയണമേ, ഭൂതബാധ കഠിനമായിരിക്കുന്നു കർത്താവേ. മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ട് കൊടുക്കുന്ന വിഹിതമല്ലെന്നല്ലേ അവിടുന്ന് പറഞ്ഞത്? ഞാൻ നായ്ക്കുട്ടിയാണ്, നായയാണ്, ഞാൻ എൻ്റെ മോള് നായ്ക്കുട്ടിയാണ്. ദൈവത്തിന് സ്തോത്രം. ഈയൊരു വിശ്വാസത്തിൻ്റെ ദാർഢ്യം നമുക്കുണ്ടാകുമ്പോഴാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ പ്രവർത്തിക്കുന്നത്. സ്ത്രീയെ, നിൻ്റെ വിശ്വാസം വലിയത്, നിൻ്റെ ആഗ്രഹം പോലെ ഭവിക്കട്ടെ. വിശ്വാസം വലിയത്. നമ്മുടെ വിശ്വാസം വലുതാകുന്നതിന് വേണ്ടിയാണ് പരീക്ഷകൾ ചിലവ് കിട്ടുന്നത്. നമ്മുടെ വിശുദ്ധി വളരുന്നതിന് വേണ്ടിയാണ് പരീക്ഷകൾ കിട്ടുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നമ്മിലുള്ളതായ ആശ്രയം മാറുന്നതിന് വേണ്ടിയാണ് നമുക്ക് സെഷനുകൾ കിട്ടുന്നത്. നമ്മിൽ തന്നെയുള്ളതായ ആശ്രയം, നമ്മിൽ ഒരു ആത്മീയന് ചേരാത്തതായ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം കർത്താവ് പെറുക്കി കളയുകയാണ് ഓരോ ശിക്ഷണത്തിൽ കൂടി. നമ്മിൽ ഒരു ആത്മീയന്, പൂർണ്ണാത്മീയന് ചേരാത്തതായി എന്തെല്ലാം ഉണ്ടോ അതെല്ലാം നമ്മിൽ നിന്ന് കർത്താവ് മാറ്റി തരുന്നു. നിങ്ങൾ ചിന്തിക്കൂ, നാം നനച്ച് ചെയ്യാതെ ദിവസം കടന്നു പോകുമ്പോൾ പിന്നെ നമുക്ക് തിരുത്താൻ പറ്റില്ലല്ലോ, പിന്നെ ഇത് നേരെയാക്കാൻ സാധ്യമല്ലല്ലോ, പിന്നെ എങ്ങനെ നേരെയാക്കും?
അത് തീർന്നില്ലേ, ആളങ്ങ് പോയില്ലേ എന്നതുപോലെ ഇവിടെ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ കർത്താവെ നിൻ്റെ വഴിയിൽ കൂടി, നിൻ്റെ ശാസനകളിൽ കൂടിയാണെങ്കിലും ശിക്ഷണങ്ങളിൽ കൂടിയാണെങ്കിലും കർത്താവെ മൃദുലമായി അടിയേറ്റിട്ടാണെങ്കിലും കർത്താവെ കഠിനമായ ശിക്ഷ ഏറ്റിട്ടാണെങ്കിലും കർത്താവെ എനിക്ക് രൂപാന്തരപ്പെടണം. ഇതായിരിക്കും നിങ്ങളുടെ പ്രാർത്ഥന. എനിക്ക് രൂപാന്തരപ്പെടണം, എനിക്ക് മാറ്റം വരണം, എൻ്റെ ആത്മാവിന് സൗഖ്യം വരണം, ആത്മാവിന് നിത്യജീവൻ വേണം, ആത്മാവിന് നിത്യസ്വർഗത്തിൻ്റെ അവകാശം വേണം. കർത്താവെ അത് എനിക്ക് കിട്ടിയേ പറ്റൂ. അതാ ഞാനിതാ നിൻ്റെ പാദത്തിലേക്ക് വരുന്നു. ദൈവത്തിന് സ്തോത്രം. ശാസനയും ശിക്ഷണവും. കർത്താവ് താൻ സ്നേഹിക്കുന്നതിനെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു എന്നിങ്ങനെ മക്കളോട് എന്ന പോലെ നിങ്ങൾ സമ്പാദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞുവോ? കർത്താവിന് സ്തോത്രം. ദൈവത്തിന് നാം മഹത്വപ്പെടട്ടെ. ദൈവം പ്രവർത്തിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ശാസനവും ശിക്ഷണവും. ദൈവത്തിന് സ്തോത്രം. നമുക്ക് വായിക്കാം, മകനെ കർത്താവിന് ശിക്ഷ നിരസിക്കരുത്, അവൻ ശാസിക്കുമ്പോൾ മുഷികയും വരുത്. കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു എന്നിങ്ങനെ മക്കളോടെന്ന പോലെ നിങ്ങളോട് സമ്പാദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞുവോ? നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോടെന്ന പോലെ നിങ്ങളോട് പെരുമാറുന്നു, ബാലശിക്ഷ സഹിച്ചാൽ മക്കളോടെന്ന പോലെ നിങ്ങളോട് പെരുമാറുന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ കൃപയാൽ ഇന്ന് നമുക്ക് ഈ വചനമെല്ലാം കിട്ടുന്നുണ്ട്. ഞാൻ സന്തോഷിക്കുന്നു. ആത്മീയമായി മുന്നോട്ട് പോകാൻ ഞാൻ ആഗ്രഹിച്ച ആ കാലങ്ങളിൽ കർത്താവ് എനിക്ക് ശാസനം തന്നു, ശിക്ഷണം തന്നു. ഇന്ന് ഞാൻ അതിന് സൽഫലം അനുഭവിക്കുന്നു. ഇന്ന് എൻ്റെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ ഭാഗ്യവശാൽ എനിക്ക് സംഗതിയാകുന്നു. ഞാനതിൽ സന്തോഷിക്കുന്നു. ഞാൻ അഭിമാനം കൊള്ളുന്നു. കാരണം കർത്താവിൻ്റെ കൃപയാലല്ലേ ഉള്ളൂ എന്തും. ശാസനങ്ങളിൽ കൂടെയും ശിക്ഷണങ്ങളിൽ കൂടെയും കർത്താവ് എന്നെ വഴി നടത്തി ഇത്രയും കാലം. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് ഇന്ന് ഞാൻ ഗൗരവമായി കാര്യം നിങ്ങൾ ഓർപ്പിക്കുന്നത്, ശാസനങ്ങളെയും ശിക്ഷണങ്ങളെയും നിങ്ങൾ വെറുക്കാതെ, നിങ്ങൾ പകയ്ക്കാതെ അവ നിങ്ങൾ സന്തോഷത്തോടെ സ്വീകരിക്കുക. അങ്ങനെ നിങ്ങൾ മേൽക്കുമേൽ അഭിവൃദ്ധി പ്രാപിക്കുക, ആത്മീയമായ അഭിവൃദ്ധി, ആത്മീയ വർധന പ്രാപിക്കുക. ദൈവത്തിന് സ്തോത്രം. കരുണയുള്ള കർത്താവേ, സ്നേഹം നിറഞ്ഞ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, ഈ മനോഹരമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങളെ ഓരോരുത്തരെയും തീപിടിപ്പിക്കാൻ തീയായി ഞങ്ങളുടെ ഒത്തിരി എഴുന്നള്ളൊന്നിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണമേ കർത്താവേ. അവിടുത്തെ രണ്ടാമത്തെ ഒരുണ്ട് ഞങ്ങളെല്ലാവരെയും ഒരുക്കണമേ കർത്താവേ. വിശുദ്ധന്മാർ മാത്രം ചേർന്ന് പറക്കുന്നതായ ആ സ്വർഗീയ അനുഭവത്തിൽ ഞങ്ങളും പങ്കാളികളായി തീരുവാൻ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. എല്ലാ നന്മകളാൽ ഞങ്ങൾ നിറയ്ക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ ജയകരമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ.